Good evening, all. How was your this week's activities? How did this week go? Okay. Can you all please let me know how much did you score in your last week's weekly assessment? ഓരോ സെഷൻ കഴിയുമ്പോഴും ഞാൻ വീക്ക്ലി അസസ്മെന്റ് അറ്റൻഡ് ചെയ്യാൻ പറയാറില്ലേ? സോ ആ വീക്ക്ലി അസസ്മെന്റിൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്തു എന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറയോ? Can you please let me know it, please? How much have you scored in your last week's weekly assessment? ആരും ഇനി അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ദാറ്റ്. നിങ്ങളിങ്ങനെ റിപ്ലൈ തരാതെ നിൽക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് ക്ലിയർ ആവില്ല. If you haven't attended, you can tell that not attended. Okay. There are new people. Okay. ഇന്ന് ഇപ്പൊ പുതിയ സെഷൻ ആയിട്ട് ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവരോടാണ് നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഈ ഒരു ഇപിയുടെ ഈ ഒരു സെഷൻ എൻഡ് ചെയ്യാറായി. അപ്പൊ നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വിത്തിൻ എ മന്ത് അല്ലെങ്കിൽ 1.5 month നമ്മൾ ഇപിയുടെ നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കേട്ടു പോകുമ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റേ ഹിയർ. ഓക്കെ. അപ്പൊ ഇവിടെ ഉള്ള 23 പേരിൽ ഒരാൾ പോലും വീക്ക്ലി അസസ്മെന്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, തുടക്കം തന്നെ ഡിസപ്പോയിന്റിംഗ് ആണല്ലോ. Okay, fine. So today we are going to look into week 17 review and advanced language skills practice. So we are looking into mastering grammar, vocabulary and integrated language skills. From this session onwards, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് വീക്ക് തൊട്ട് തന്നെ നമ്മൾ ഇനി ഈ ഒരു ജേർണിയിൽ പുതിയ ടാസ്കുകളോ പുതിയ സ്കില്ലുകളോ ഒന്നും പഠിക്കാൻ പോകുന്നില്ല. We'll be focusing on refining and concreting the skills that we have already learned. Okay. So ഇനി വരുന്ന എല്ലാ സെഷൻസും എന്താണ് കൂടുതൽ പ്രാക്ടീസിങ് സെഷൻസ് ആയി. Okay. So today we'll be looking more into advanced grammar, vocabulary, and professional writing skill, and how to apply these integrated skills in realistic context to ensure mastery. And the skills we'll be looking into is advanced grammar structures, including conditionals and perfect tenses, professional vocabulary and idioms, structuring written and spoken communication effectively. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഷോർട്ട് സെഷൻ ആണ്, 2-3 കാര്യങ്ങളെ നോക്കുന്നുള്ളൂ. ആൻഡ് ഐ വോണ്ട് ഓൾ ഓഫ് യു to actively participate in the session. Okay, it is a humble request. So we'll begin with advanced grammar review. Coming to our grammar review, നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രാമർ ടോപ്പിക്സ് കോംപ്ലെക്സ് സെന്റൻസ് സ്ട്രക്ചേഴ്സ്. കോംപ്ലെക്സ് സെന്റൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഐഡിയാസിന് ഒരു സിംഗിൾ സെന്റൻസിൽ നമ്മൾ കൺജങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് പ്രസന്റ് ചെയ്യുന്നതിനെയാണ്. ആൻഡ് ഇത് ചെയ്യുന്നത് സെന്റൻസുകളെ കുറച്ചുകൂടെ ഡെപ്തിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഫോർമൽ റൈറ്റിംഗിലായിരിക്കട്ടെ, ഒരു ഇന്റർവ്യൂവിൽ റിപ്ലൈ കൊടുക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ഓരോരോ കുഞ്ഞു ഷോർട്ട് സെന്റൻസുകൾ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെപ്ത് ഉള്ള സെന്റൻസുകൾ പറയുന്നത്. ഓക്കെ, ദെൻ പെർഫെക്റ്റ് ടെൻസസ്. ടെൻസുകളിൽ അതായത് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്നിങ്ങനെയുള്ള 3 ടെൻസ് ക്ലിയർ ആവുക. Passive voice is giving more importance to the action than the subject. It is not used in informal communication. It is only used in formal writing and academic context. Okay. ആൻഡ് നമ്മൾ അറൌണ്ട് നമ്മുടെ ലാസ്റ്റ് ഫേസ് എത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സെഷൻ ഒരു 70 to 75% ഇംഗ്ലീഷിലും ബാക്കി ഒരു 25% മാത്രമായിരിക്കും മലയാളത്തിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ at that time itself, please let me know in the chat box. Okay, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. മനസ്സിലാവുന്നില്ല എന്ന് പറയാൻ ആരും ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, that's completely fine. Yeah. So we'll just discuss 2 example sentences. If the report had been submitted earlier, we could have finalized the project. Which grammatic structure is used in this sentence? If the report had been submitted earlier, we could have finalized the project. Which is the grammar structure used here? Please let me know in the chat box. Conditionals. Very good. This is a conditional sentence. Okay, Gauri. Can you let me know which degree conditional is this? We have 0, first, second, and third. Can you tell me which is this? Third. Okay. അതായത് ഇനി നടക്കില്ല അല്ലെ, because this is not going to happen കാരണം past ആണ്. If this report had been submitted earlier, അത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ. Very good, Gauri. Thank you for the answer. Then just another
sentence has been given here. The proposal was reviewed and approved by the committee. ഈ ഒരു സെന്റൻസ് ഇവിടെ തന്നിട്ടുള്ളത് is to show that ഇത് ഏത് വോയിസിലാണ് ഈ സെന്റൻസ് എന്ന് പറയോ, whether the sentence is in passive voice or active voice. Passive voice. Very good, Mithlaj. Yes. How will you reframe the sentence in active voice? Can you please tell me? കാരണം ഇവിടെ proposal എന്നത് നമ്മളുടെ object ആണ്. ആ objectനെ ഇവിടെ subject ആയിട്ട് എടുത്തു. So this is a clear example of passive voice. Can you please rephrase this sentence to active voice? The proposal was reviewed and approved by the committee. Please make it fast. എന്താണ് ചെയ്യേണ്ടത്? ഇതിലെ ഒബ്ജക്റ്റ്, ഇതിലെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള സെന്റൻസ് ആയിരിക്കും എന്ത് വരിക? ആക്റ്റീവ് വോയിസിൽ വരിക. മിഥ്ലാജ്, ഗൗരി, നിരഞ്ജന, ഗിവ് എ ട്രൈ പ്ലീസ്. സ്ഥിരമായി ക്ലാസ്സിൽ കാണുന്ന കുറച്ച് പേരുകൾ വിളിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പ്ലീസ് ട്രൈ കൺവേർട്ടിംഗ് ദിസ് സെന്റൻസ് ഇൻ ടു ആക്റ്റീവ് വോയിസ്. ഹിന്റ് തന്നു, പ്രപ്പോസൽ എന്ന വേർഡ് ലാസ്റ്റ് ആയിരിക്കണം വരുന്നത്. ഇവിടെ പ്രപ്പോസൽ എന്നത് സബ്ജക്റ്റ് ആണ്. നമ്മുടെ SVO ഫോമാറ്റിൽ വരുമ്പോൾ സബ്ജക്ട്, പ്രപ്പോസൽ എന്നത് സബ്ജക്റ്റ് ആണ്, റിവ്യൂഡ് ആൻഡ് അപ്രൂവ്ഡ് എന്നത് വേർബ് ആണ്, ഒബ്ജക്റ്റ് എന്നത് കമ്മിറ്റി ആയി. ഇതിനെ നേരെ ഒന്ന് തിരിച്ചിടൂ. കമ്മിറ്റി വരുന്നിടത്ത് പ്രപ്പോസലും പ്രപ്പോസൽ വരുന്നിടത്ത് കമ്മിറ്റിയും വേണം. ആ ഒരു രീതിയിൽ ഈ സെന്റൻസിനെ ഒന്ന് റീഫ്രെയിം ചെയ്യൂ. The committee reviewed and approved the proposal. Very good, Gauri. Very good. Thank you so much. So, ഗൗരി ഇവിടെ ചാറ്റ് ബോക്സിൽ തന്നിട്ടുള്ളതാണ് അതിന്റെ ആക്റ്റീവ് വോയിസ്. അതിന്റെ പാസീവ് വോയിസ് ആണ് നമുക്കിവിടെ എക്സാമ്പിൾ സെന്റൻസിലുള്ളത്. ആൻഡ് പാസീവ് വോയിസ് നമ്മൾ യൂസ് ചെയ്യുക ഫോർമൽ റൈറ്റിംഗ് ആൻഡ് കൂടുതൽ ഈ റിസർച്ച് പേപ്പേഴ്സ് അങ്ങനെ അത്തരത്തിലുള്ള അക്കാഡമിക് കോണ്ടെക്സ്റ്റുകളിലാണ്. അതിന്റെ ഉദ്ദേശം എന്താണ്? ദ കമ്മിറ്റി റിവ്യൂഡ് ആൻഡ് അപ്രൂവ്ഡ് ദ പ്രപ്പോസൽ എന്ന് പറയുന്ന ടൈമിൽ അവിടെ കമ്മിറ്റി എന്ന വേർഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം കമ്മിറ്റിയാണ് അവിടെ എന്ത് വന്നത്? സബ്ജക്റ്റ് ആയിട്ട് വന്നത്. സോ നമ്മൾ സബ്ജക്റ്റിനെ മാറ്റാണ് അവിടെ. ദ പ്രപ്പോസൽ വാസ് റിവ്യൂഡ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി. കാരണം നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കമ്മിറ്റിക്കല്ല, പ്രപ്പോസൽ എന്തായി എന്നുള്ള ഇതിനാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ പ്രപ്പോസൽ എന്ന വേർഡിനെ സബ്ജക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തു. സോ ദാറ്റ് ഇസ് പാസീവ് വോയിസ് ഓർ പാസീവ് സെന്റൻസ്. ഓക്കെ, സോ യാ, ഞാൻ ഈ ഒരു ഗ്രാമർ പാർട്ട് എന്താ പറയാ എല്ലാവരും ഒന്ന് തറോ ആക്കാൻ വേണ്ടിയിട്ട് ഈ EPയിലുള്ള ഇൻഫർമേഷന് പുറമെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ഇന്റർനെറ്റിൽ ഒരുപാട് ഗ്രാമർ ക്വിസ് അവൈലബിൾ ആണ്. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് ടൈപ്പ് ഇൻ കണ്ടീഷണൽ ക്വിസ്, പാസീവ് വോയിസ് ക്വിസ്, ടെൻസ് ക്വിസ്. നിങ്ങൾക്ക് ടെൻസ് നല്ല രീതിയിൽ അങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാത്തിനെയും ക്വിസുകൾ, ഫ്രീ ക്വിസസ് അവൈലബിൾ ആണ്. സോ ട്രൈ അറ്റംപ്റ്റിംഗ് ഇറ്റ്. ഓക്കെ, സോ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ യു വിൽ ബി തറോ വിത്ത് ഇറ്റ്. ഓക്കെ, ഈ 3 ഗ്രാമർ സ്ട്രക്ചേഴ്സിൽ എന്തെങ്കിലും doubts ഉണ്ടോ? Conditionals, passive voice, active voice. Any doubts? If yes, please let me know. Clear ചെയ്തു പോവാം. Okay, so I'm moving on to the next slide. Vocabulary and idiomatic expressions for professional context. നമ്മൾ almost 120 days കഴിഞ്ഞു അല്ലേ നമ്മളുടെ EPയുടെ. Can someone let me know the exact number of day? ഇന്ന് എത്രാമത്തെ ഡേ ആയിരുന്നു EPയുടെ? Please let me know the exact day. Day 121. Okay, so by today we've covered 121 word of the day and idiom of the day. അപ്പൊ പുതുതായിട്ട് 121 വേർഡ്സും 120. Okay, thank you for the replies. 121 ഇഡിയംസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ഐ ആസ്ക് യു അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ശരിക്കും ഇപ്പോഴും റീകളക്ട് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ what will you tell, or what will be the count you will be telling? It can be anything. നിങ്ങൾ 1 on 121 പറഞ്ഞാലും കുഴപ്പമില്ല, 10 on 121 പറഞ്ഞാലും കുഴപ്പമില്ല. Just എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനാണ്. Please let me know. Out of these 121 idioms and word of the days, that is new vocabularies, how many of them do you remember? Or how many of you have started using it in your daily life? Please let me know the count. Very good, Mithlaj. That's a good count. 20 to 30 എന്നതൊരു നല്ല കൗണ്ട് ആണ്. Okay. What about others? 25 to 50. ഓ, അതൊരു ഭയങ്കര വലിയ മാർജിൻ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല. എനിവേ ഐ എം ഹാപ്പി. ഓക്കെ, മിനിമം കൗണ്ട് എന്ന രീതിയിൽ 25 ഉണ്ടല്ലോ. ഓക്കെ, ബൈറ്റ്സ് ദ ബുള്ളറ്റ് ആ ഒരെണ്ണം മാത്രമാണ് ഓർമ്മയുള്ളത്. ഓക്കെ, ഒരെണ്ണെങ്കിലും ഒരെണ്ണം. ഓക്കെ, why are others not replying? Around 43 students. Why am I only receiving just 2-3 replies? Okay, Yusra 20 to 40. Good. Sriganga 30 to 60. Good. Akshay 20. Okay, good. 20 to 25. Okay, good. I'm happy. Yeah, നമ്മൾ ഓരോ ദിവസം ഓരോ വേർഡ് പഠിച്ചു അത് എല്ലാ ദിവസവും ഓർത്തിരിക്കുക എന്നുള്ളത് ഇസ് നോട്ട് ദാറ്റ് പോസിബിൾ. കാരണം നമ്മളിവിടെ ഒരു 70% ആൾക്കാരും നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നവരല്ല.
So that's completely fine. 15 to 20, okay. പക്ഷെ നിങ്ങൾ ഇനി പഠിച്ചിട്ടുള്ളത് മറക്കാതിരിക്കാൻ നോക്കുക. അതിനെന്താണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഡെയിലി പഠിക്കുന്ന ഒരു ന്യൂ വൊക്കാബുലറിയും ഒരു ന്യൂ ഇഡിയമും ആണ് നമ്മൾ ഡെയിലി പഠിക്കുന്നത്. ഓക്കെ. ശ്രീനന്ദ, അറ്റ്ലീസ്റ്റ് 10 വേർഡ്സ് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് ശ്രീനന്ദ, വെരി ഗുഡ്. നിങ്ങൾക്ക് ഡെയിലി പഠിക്കുന്നത് തറവാക്കി പോവാൻ ഉള്ള അല്ലെങ്കിൽ സംതിങ് ഐ പ്രാക്ടീസ്ഡ് ആൻഡ് ഐ ഗോട്ട് എ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി പഠിക്കുന്നതില്ലേ അത് ഒരു ദിവസം അത് വെച്ചിട്ട് ഒരു 10 സെന്റൻസ് എങ്കിലും ഉണ്ടാക്കാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ഇപ്പോ വേർഡ് റെമിനസ് എന്നാണ് എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ എന്താണ്, ഞാൻ മോർണിംഗ് തന്നെ അത് വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കി. ഓക്കെ. ദെൻ ഉച്ചക്ക് വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇത് ഓർമ്മ വന്നു. ഓക്കെ, വീണ്ടും അത് വെച്ചിട്ട് 2-3 സെന്റൻസ് ഞാൻ മൈൻഡിൽ പറഞ്ഞു നോക്കി. രാത്രി വീണ്ടും പറഞ്ഞു. അപ്പൊ ഡെയിലി നമ്മൾ ആ ഒരു വേർഡ് മാത്രം മൈൻഡിലിട്ടൊന്ന് കളിച്ചാൽ മതി. ഓക്കെ. നെസസറിലി പുറത്തേക്ക് പറയണം എന്ന് പോലും ഇല്ല. നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഇട്ട് നിങ്ങൾ പുറത്തേക്കൊന്നും പറയാതെ നിങ്ങളുടെ മൈൻഡിൽ തന്നെ കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കി പോയാൽ തന്നെ ആ വേർഡും ആ വേർഡിന്റെ മീനിങ്ങും നിങ്ങൾക്ക് തറവാവും. ഓക്കെ. അതുപോലെ തന്നെയാണ് ഇഡിയം ഓഫ് ദി ഡേയും. ഓക്കെ. സോ നിങ്ങൾ നാളെ തൊട്ട് അങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. സോ യു ക്യാൻ ഇൻകൾക്കേറ്റ് മോർ നമ്പർ ഓഫ് വേർഡ്സ്. ഓക്കെ. ഓൾസോ ഫ്രേസൽ വേർബ്സ് ഉണ്ട്. ഫ്രേസൽ വേർബ്സ് ലൈക്ക് ഫോളോ അപ്പ്, highly recommended, carry out, bring up. Okay. And idioms, go the extra mile, raise the bar, in a nutshell. Okay. So what I want is, I want all of you to give me a sentence using a phrasal verb. Not a phrasal verb. കാരണം idioms നമ്മൾ ഓൾറെഡി ഡെയിലി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫ്രേസൽ വേർബ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കുറച്ച് സെന്റൻസ് എനിക്ക് എക്സാമ്പിൾ ആയിട്ട് ചാറ്റ് ബോക്സിൽ തരുമോ? Give me, each one of you can just put up one sentence. That's enough. The sentence should have at least one phrasal verb. Idioms and word of the day, I know, like നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് യു വിൽ ബി നോയിങ് ഇനഫ് നമ്പർ ഓഫ് ഇറ്റ്. ഫ്രേസൽ വേർബ്സ് നമ്മൾ അങ്ങനെ ഡെയിലി ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടെ EP ക്ലാസ്സിൽ ഫ്യൂ നമ്പേഴ്സേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സോ യു ക്യാൻ സെർച്ച് ഫ്രം നെറ്റ് ആൻഡ് ഗിവ് മീ. ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് തരാം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് തരാം. Robin, I'm not asking for the phrasal verb. I want you to make sentences using phrasal verb. Okay, take off എന്നുള്ള ഒരു phrasal verb യൂസ് ചെയ്തുകൊണ്ട് എനിക്കൊരു സെന്റൻസ് തരൂ കേട്ടോ. She had to put up with this every day. Okay, very good Srinanda. Put up എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to cope up, to adjust. Very good. Get off my property അല്ലെങ്കിൽ get off from my property. Very good. Get off എന്ന് പറഞ്ഞാൽ get out എന്ന മീനിങ് തന്നെയാണ്. Very good Mitlash. The doctor will follow up the patients after surgery. Very good. Follow up ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് എടുക്കുക എന്നുള്ളതിന്റെ മീനിങ് ഇസ് ടു ഫോളോ അപ്പ് എടുക്കുക എന്നുള്ളതിന്റെ മീനിങ് ഫോളോ അപ്പ് ചെയ്യാൻ തന്നെയാണ് അല്ലെ. ദാറ്റ് ഇസ് അവരെ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിരന്തരം അപ്ഡേറ്റ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഫോളോ അപ്പ്. വെരി ഗുഡ് ആഫിയ. ഷീ ഷുഡ് ഓവർകം ഫിയർ ഇൻ എ നട്ട്ഷെൽ. ധ്യാന ദേവി, അത് ഇൻ എ നട്ട്ഷെൽ എന്നുള്ളത് എന്തായിരുന്നു നമ്മുടെ ഇഡിയമായില്ലേ? ഐ ആസ്ക്ഡ് എക്സാമ്പിൾ സെന്റൻസ് വിത്ത് ഫ്രേസൽ വെർബ്സ്. ഇറ്റ്സ് ഓക്കെ. നമ്മുടെ ഇൻ എ നട്ട്ഷെൽ എന്ന ഇഡിയത്തിന്റെ മീനിങ് ഇസ് എന്താണ്, വെരി ബ്രീഫ് ആക്കുക, വളരെ ക്രിസ്പ് ആക്കുക എന്നല്ലേ മീനിങ്. സോ ഷീ ഷുഡ് ഓവർകം ഫിയർ ഇൻ എ നട്ട്ഷെൽ എന്നുള്ളത് ഒരു സെൻസിബിൾ സെന്റൻസ് ആയോ? ധ്യാനം ഒന്ന് റീവർക്ക് ചെയ്യണേ. അതിൽ ഐ തിങ്ക് മേ ബി മീനിങ് ധ്യാനക്ക് എന്തെങ്കിലും വായിച്ചപ്പോ തെറ്റിയിട്ടുണ്ടാവും മേ ബി. ഓക്കെ. ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ വളരെ, പ്ലീസ് ഗിവ് മീ ദ മീറ്റിംഗ് സമ്മറി ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിസ്പ് ആയിട്ട് എനിക്ക് ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞു തരാന്ന് കേട്ടോ. സോ ഷീ ഷുഡ് ഓവർകം ഫിയർ ഇൻ എ നട്ട്ഷെൽ എന്നുള്ളത് പറയില്ല കേട്ടോ. Due to heavy rain, the trip was put off. Okay, postponed ചെയ്തു, cancel ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് put off. Cancel, put off. Okay. The flight will take off at 9 AM. Okay, very good. This cat was brought up by her. Okay, okay, okay. Enough sentence. I've received enough sentences. Thank you all. Okay. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വൊക്കാബുലറിയിൽ വേറെ വരുന്നതൊന്ന് കൊളൊക്കേഷൻസ് ആണ്. കൊളൊക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമൺലി പെയർഡ് വേർഡ്സ് ആണ്. ഞാൻ നേരത്തെ തെറ്റി, ഇവിടെ ഹൈലി റെക്കമെൻഡഡ് എന്ന് പറഞ്ഞില്ലേ. ഹൈലി റെക്കമെൻഡഡ് ഫ്രേസൽ വേർബ് അല്ല കേട്ടോ. ഹൈലി റെക്കമെൻഡഡ് ഒക്കെ എന്താണ്? കൊളൊക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ കോമൺലി പെയർഡ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ആണ്. കെൻ യു ഗിവ് മീ സം എക്സാമ്പിൾസ് ഓഫ് കൊളൊക്കേഷൻസ്? സെന്റൻസ് ആയിട്ട് വേണ്ട, ജസ്റ്റ് കൊളൊക്കേഷൻസ് മാത്രം പറഞ്ഞാൽ മതി. ഹൈലി റെക്കമെൻഡഡ്, വെരി ടേസ്റ്റി, എക്സ്ട്രീംലി ഹോട്ട്. ഓക്കെ, വെരി ഗുഡ്. ഇതൊക്കെ ഈ പുതുതായിട്ട് do the dishes. Okay, do the dishes. Okay, അതൊരു സെന്റൻസ് ആയി.
ഡു ദ ഡിഷസ് എന്ന് പറയുന്നത്, ബട്ട് സ്റ്റിൽ കോമൺലി പെയർഡ് ആണ് ഡു ദ ഡിഷസ്. ഓക്കെ ആണ്. ഇത് കൊളൊക്കേഷന്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരും എന്നത് ഐ എം നോട്ട് ഷുവർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞാൻ ചാറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വെക്കുന്നത് ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് നിങ്ങളുടെ ബാക്കി ഫ്രണ്ട്സ് പറഞ്ഞിരുന്ന ടൈമിൽ പ്ലീസ് ഡു നോട്ട് ഇറ്റ്. ഹെവി റെയിൻ, ഡിഫിക്കൽട്ട് ഡിസിഷൻ ഒരു കൊളൊക്കേഷൻ ആണോ? മേക്ക് ഡിസിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ടേക്ക് എ ഡിസിഷൻ എന്ന് പറയാം. ഡിഫിക്കൽട്ട് ഡിസിഷൻ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ കൊളൊക്കേഷൻ. ഹെവി റെയിൻ, ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, പിന്നെ ഇത്തരത്തിൽ ഹോൾസെയിൽ ഇസ് നോട്ട് എ കൊളൊക്കേഷൻ, അതൊരു വേർഡ് ആണ് ഹോൾസെയിൽ. ബസ് സ്റ്റാൻഡ് കൊളൊക്കേഷൻ ആവോ രോബൻ? ഐ എം നോട്ട് ഷുവർ. അതൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒരു വേർഡ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പൊ ഐസ്ക്രീം ഒരു കൊളൊക്കേഷൻ അല്ല, ദാറ്റ്സ് എ വേർഡ്. ഓക്കെ, ഐസ്ക്രീം അവിടെ ശരിക്കും രണ്ട് വേർഡ് ഉണ്ട്, പക്ഷെ അത് കൊളൊക്കേഷൻ അല്ല. ഓക്കെ, ഐ ഹോപ്പ് യു ഗെറ്റ് മീ. യാ, easy going, yes, that's a good collocation. Yeah, okay, so enough. Yeah, I'm happy with the collocations you've put up. You can stop it. Okay, നിങ്ങളൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഇമെയിലോ അല്ലെങ്കിൽ ഡിസ്കഷനോ എന്തെങ്കിലും ഒരു ഫോർമൽ ലെറ്ററോ ഒക്കെ എഴുതുന്ന ടൈമിൽ എങ്ങനെയാണ് അഡ്വാൻസ്ഡ് വൊക്കാബുലറി അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമേ ഇങ്ങനെ കുറെ അഡ്വാൻസ്ഡ് വൊക്കാബുലറി ആഡ് ചെയ്ത് എഴുതുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഒരു ഈസിയർ ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു റഫ് ഫോമാറ്റ് ആദ്യം നിങ്ങൾ എഴുതുക. ആ എഴുതിയതിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഗ്രാമാറ്റിക് സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം പുട്ട് അല്ലെങ്കിൽ ആഡ് അഡ്വാൻസ്ഡ് വൊക്കാബുലറി ഇൻ ടു ഇറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് ഈ സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ സെന്റൻസുകളെ ജോയിൻ ചെയ്യാം. ഇവിടെ ഈ ഒരു ഇഡിയം ആഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്, അപ്പൊ അവിടെ അത് ആഡ് ചെയ്യാം. അപ്പൊ ആദ്യമേ നമ്മൾ ഇതിങ്ങനെ കോംപ്ലക്സ് ആക്കി എഴുതാൻ നോക്കുന്ന ടൈമിൽ മേ ബി അതിന്റെ ഒരു സ്ട്രക്ചർ തന്നെ പ്രോപ്പർ ആവാതെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് റൈറ്റ് ഇറ്റ് സിംപ്ലി ഫസ്റ്റ്. നമ്മുടെ മൈൻഡിൽ ഉള്ള വൊക്കാബുലറിയും നമ്മൾക്ക് അറിയുന്ന രീതിയിൽ അത് ആദ്യം എഴുതിയതിനു ശേഷം നമ്മളുടെ ഒരു റിവ്യൂ ആൻഡ് എഡിറ്റിംഗ് പരിപാടിയില്ലേ, ആ ഒരു റിവ്യൂ ആൻഡ് എഡിറ്റിംഗിൽ add wherever you can add advanced vocabularies. Okay, I hope you got the point. Okay ആണോ? Please give me a thumbs up. റൈറ്റിംഗിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ എല്ലാവരും ചെയ്യുന്നതാണ്. ആദ്യം ഒരു റഫ് ഫോമാറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ റീഫ്രീസ് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്യുക, അതിലേക്ക് ഡിലീഷൻസ് വരുത്തുക എന്നുള്ളത് വളരെ നല്ല ടെക്നിക്കാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. ഇറ്റ് ഈസ് റൈറ്റിംഗ് ടെക്നിക്സ് ഫോർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരുപാട് റൈറ്റിംഗ് ടെക്നിക്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. റൈറ്റിംഗ് ടെക്നിക്സിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ വൊക്കാബുലറി, നമ്മുടെ പങ്ക്ച്വേഷൻ, നമ്മളുടെ വൊക്കാബുലറിയിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ സ്പെല്ലിംഗ് അല്ലെ, വേർഡ്സിന്റെ സ്പെല്ലിംഗ്, ക്യാപിറ്റൽ വേണ്ടടുത്ത് ക്യാപിറ്റൽ, കോമ വേണ്ടടുത്ത് കോമ, ഫുൾ സ്റ്റോപ്പ് വേണ്ടടുത്ത് ഫുൾ സ്റ്റോപ്പ്. ഇതൊക്കെ മൈന്യൂട്ട് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. മെയിൻ ആയിട്ട് വരുന്ന എന്താണ്? ഓർഗനൈസിങ്. May it be any type of written piece, it should have a clear structuring and organizing. Okay, അത് പ്രൊഫഷണൽ ഇമെയിൽസ് ആവട്ടെ, സമ്മറീസ് ആവട്ടെ, റിപ്പോർട്ട്സ് ആവട്ടെ, എന്തുവാ കൃത്യമായൊരു ഇൻട്രൊഡക്ഷൻ വേണം. ഇപ്പം ഇമെയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1-2 വരികൾ മാത്രമാണ് കേട്ടോ. പക്ഷെ ഒരു ആർട്ടിക്കിൾ എഴുതുന്ന ടൈമിൽ ഇറ്റ് ക്യാൻ ബി 1 or 2 പാരഗ്രാഫ്. അതിനുശേഷം ബോഡി വേണം. ബോഡി ക്യാൻ ബി അപ് ടു 3 to 5 പാരഗ്രാഫ്സ്. ഓരോ ബോഡി പാരഗ്രാഫിൽ ഓരോ ടോപ്പിക് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ സമ്മറീസ്. ഇനിയിപ്പോ റിപ്പോർട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ എഴുതുന്ന റിപ്പോർട്ട് ആവട്ടെ, ഇമെയിൽ ആവട്ടെ, ഓരോ റിട്ടൺ പീസ് അനുസരിച്ച് ഇതിന്റെ ഫോമാറ്റിൽ വ്യത്യാസങ്ങൾ വരും. ബട്ട് ഈ ഒരു സ്ട്രക്ചർ സ്റ്റേബിൾ ആണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നത്. കൺക്ലൂഷനിൽ എന്താണ്? ഒരു ഓവറോൾ സമ്മറി ഒരു 2-3 ലൈനിൽ പറയുക. അതോടൊപ്പം ഫർദർ റെക്കമെൻഡേഷൻസ്, ഫ്യൂച്ചർ ആക്ഷൻസ് ഒക്കെയാണ് ഇതിൽ വേണ്ടത്, കൺക്ലൂഷനിൽ വേണ്ടത്. ആൻഡ് വൈൽ റൈറ്റിംഗ് ഒഫീഷ്യൽ അല്ലെങ്കിൽ any kind of professional communication, make sure you maintain a formal tone. Okay, അതായത് did you get my mail എന്ന് ചോദിക്കുന്നതിന് പകരം could you please let me know if you have received any mail from our side. Okay, did you get my mail എന്ന് ചോദിക്കുന്നതും could you please let me know if you have received any mail from our part എന്ന് ചോദിക്കുന്നത്. ഇവിടെ എന്താണ്? ഇപ്പോ സെക്കൻഡ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സെന്റൻസിലേക്ക് വന്നപ്പോൾ വെർബോസിറ്റി, ഒരുപാട് വേർഡ്സിന്റെ എണ്ണം കൂടി, പക്ഷെ എന്താണ്? അവിടെ ഒരു ഫോർമൽ ടോൺ വന്നു. ഓക്കെ, സോ പ്രൊഫഷണൽ റൈറ്റിംഗിൽ ഇങ്ങനെ കുറച്ചുകൂടി ഒരു പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ മാനറിൽ കൊണ്ടുപോകാൻ നോക്കുക. ക്ലിയർ സ്ട്രക്ചർ ഉണ്ടായിരിക്കുക, ക്രിസ്പ് ആയിരിക്കുക. അതായത് വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഇൻഫോർമൽ ആയിട്ട് പറയുന്ന ടൈമിൽ ടെൽ മീ വേർ ഐ എം ഗോയിങ് വിത്തൗട്ട് ടെലിംഗ് വേർ ഐ എം ഗോയിങ്, ഇഫ് യു നോ യു നോ എന്നിങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ ലാംഗ്വേജ് എന്ന് വളരെയധികം നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട്.
പക്ഷെ നമ്മൾ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ എഴുതുന്ന ടൈമിലേക്ക് വരുമ്പോൾ അവോയ്ഡ് ഓൾ സച്ച് തിങ്സ് ആൻഡ് ബി വെരി ഡയറക്റ്റ്. ഓക്കെ, വളരെ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക. സോ ഐ ഗിവൻ എൻ എക്സാമ്പിൾ ഹിയർ, യു കെൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഇതൊരു ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ സ്ട്രക്ചർ ഫോർ പ്രോജക്റ്റ് അപ്ഡേറ്റ്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു കൊലീഗിന് എൻ്റെ പ്രോജക്റ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ എൻ്റെ ഹയർ അതോറിറ്റി, മൈ മാനേജർ ഹാസ് ആസ്ക്ഡ് മീ ഫോർ ദ പ്രോജക്റ്റ് അപ്ഡേറ്റ് ആൻഡ് അത് ഞാൻ ഫ്രെയിം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. സബ്ജക്ട് ലൈൻ, പ്രോജക്ട് നെയിം എന്താണ് എന്ന് കൊടുക്കുക. അപ്ഡേറ്റ് സ്റ്റേറ്റസ്, ദ പ്രോജക്ട് ഹാസ് എന്തായിരുന്നു റീസെന്റ് ആയിട്ടുണ്ടായിരുന്ന അപ്ഡേറ്റ് അല്ലെങ്കിൽ കറന്റ് സ്റ്റേറ്റസ് എന്താണ് എന്ന് കൊടുക്കുക. സോ യു ക്യാൻ എന്താണ് ഇപ്പൊ പ്രോജക്ട് നെയിം എന്ന് പറയാൻ മേ ബി റീകവർ എർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു എൻവയൺമെന്റ് പ്രോജക്റ്റ് ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അതിന്റെ കറന്റ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഡിസ്കഷൻ വിത്ത് ടീം മെമ്പേഴ്സ് ആണ്. ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് വീക്കില് December 6th നടന്ന മീറ്റിംഗിലാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിനെങ്ങനെയാണ് നിങ്ങൾ സബ്ജക്ട് ലൈൻ ക്രിയേറ്റ് ചെയ്യുക? റീകവർ എർത്ത് എന്നതാണ് പ്രോജക്ട് നെയിം. സ്റ്റാറ്റസ് അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡിസ്കസ്ഡ് വിത്ത് ടീം മെമ്പേഴ്സ് എന്നതാണ് അപ്ഡേറ്റ്. ഇനി ഡേറ്റ് എന്ന് പറയുന്നത് 6th December ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ എനിക്ക് സബ്ജക്ട് ലൈൻ ക്രിയേറ്റ് ചെയ്ത് തരണം. ഞാൻ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഈ ഡീറ്റെയിൽസ് തരാം. റീകവർ എർത്ത്, ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ട് തന്നിട്ടുണ്ട്. പ്ലീസ് ക്രിയേറ്റ് എ സബ്ജക്ട് ലൈൻ. ആൻഡ് സബ്ജക്ട് ലൈൻ ഒരുപാട് വലുതാവരുത് കേട്ടോ. സബ്ജക്ട് ലൈൻ ഷുഡ് ബി ഷോർട്ട്. ജസ്റ്റ് ആ മെയിൽ എന്താണെന്നുള്ളത് ആ ഒരൊറ്റ വാക്കിൽ വായിച്ചിട്ട് ആ ഒരൊറ്റ സെന്റൻസ് വായിക്കാനുള്ളതാണ്. വാട്ട് ഹാപ്പൻ, സബ്ജക്ട് ലൈൻ എഴുതാനുള്ള ബുദ്ധിമുട്ടാണോ? വാട്ട് ഹാപ്പൻ, ഇസ് ദർ എനി ഡൗട്ട്, എനി കൺഫ്യൂഷൻസ്? പ്ലീസ് ലെറ്റ് മീ നോ. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ, അതായത് നമ്മളൊരു ഇമെയിലിൽ കൊടുക്കേണ്ടത് എന്താണെന്ന് സബ്ജക്ട് ലൈനിൽ ഉണ്ടാവേണ്ടത് എന്തിനെ കുറിച്ചിട്ടാണ് ആ ഇമെയിൽ എന്നുള്ളത് സബ്ജക്ട് ലൈനിൽ നിന്ന് കിട്ടണം. അപ്പൊ ഇവിടെ എന്താണ്, റീകവർ എർത്ത് എന്ന പ്രോജക്റ്റിന്റെ സ്റ്റേറ്റസ് ആണ് ഞാൻ എന്റെ മാനേജറിന് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ സബ്ജക്ട് ലൈൻ എന്തായിരിക്കണം? പ്രൊജക്ടിന്റെ നെയിം അതിലുണ്ടായിരിക്കണം, കറന്റ് സ്റ്റേറ്റസ് അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്തായിരിക്കണം എന്നുണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം. അത് എന്നത്തെ അപ്ഡേറ്റ് ആണ്, എന്നത്തെ സ്റ്റേറ്റസ് ആണെന്നുള്ളത്. അത് ഞാനിവിടെ ചാറ്റ് ബോക്സിൽ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി അതിനൊന്നൊരു സബ്ജക്ട് ലൈൻ ആക്കിയാൽ മതി. The project name was Recover Earth and it was status. No, Niranjana, no. ഇതൊരു സെന്റൻസ് ആയി. നോ, സബ്ജക്ട് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഹെഡിങ്, ഒരു ഇമെയിലിന്റെ ഹെഡിങ് പോലെ കൊടുക്കുന്നതാണ്. ദ പ്രോജക്ട് നെയിം വാസ് റീകവർ എർത്ത് എന്ന് ഒരിക്കലും സബ്ജക്ട് ലൈനിൽ കൊടുക്കില്ല. കാരണം എന്താണ്, റീകവർ എർത്ത് എന്നത് ഓൾറെഡി പ്രോജക്റ്റ് ആണെന്നുള്ളത് നിങ്ങളുടെ മാനേജർക്കും അല്ലെങ്കിൽ നമ്മളുടെ മാനേജർക്കും എന്തായാലും അറിയുന്നുണ്ടാവും. സോ ദ പ്രോജക്ട് നെയിം വാസ് റീകവർ എർത്ത് ആൻഡ് ഇറ്റ് വാസ് സ്റ്റേറ്റസ് അങ്ങനെ കൊടുക്കില്ല കേട്ടോ. Okay. Collaborative effort for Recover Earth initiative. No, Alina, no. ഇതും സബ്ജക്ട് ലൈൻ ആവില്ല. Joint conversation on December 6th. Recover Earth. Okay, ആഫിയയുടേത് ഓക്കെ ആണ്, കുഴപ്പമില്ല. ജോസഫ് വീണ്ടും കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ചോദിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. I've already discussed it twice. Team discussion on എർത്ത് റീകവറി അല്ല, റീകവർ എർത്ത് എന്നാണ് ഞാൻ പേര് പറഞ്ഞത്. സോ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് വി നീഡ് ടു സ്റ്റിക്ക് ഓൺ. കാരണം നമ്മുടെ പ്രോജക്റ്റിന്റെ പേര് തന്നെ സബ്ജക്ട് ലൈനിൽ തെറ്റായി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എഫിഷ്യൻസിനെയും നമ്മളുടെ കെയർലെസ്നെസ്സിനെയും കാണിക്കും. ഓക്കെ, നിങ്ങളുടെയൊക്കെ ഒരു പാർഷ്യലി കറക്റ്റ് ആണ്. എനിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് തോന്നിയ ഒരെണ്ണം ചാറ്റ് ബോക്സിൽ ഇപ്പോൾ ഇട്ട് തരാം. ഓക്കെ, റീകവർ എർത്ത് പ്രോജക്ട് അപ്ഡേറ്റ്, ഡിസ്കഷൻ വിത്ത് ടീം മെമ്പേഴ്സ്, discussion with team or team members on December 6th. ഈ ഒരു സെന്റൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? റീകവർ എർത്ത് പ്രോജക്റ്റിന്റെ അപ്ഡേറ്റ് ആണ് ലാസ്റ്റ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ മെയിലിൽ പറയുന്നത് December 6th നടന്ന ടീം ഡിസ്കഷന്റെ അപ്ഡേറ്റ് ആണ് എന്നുള്ളത് ഈ ഒരു സെന്റൻസ് മനസ്സിലായി. ഓക്കെ, ആഷ്ന തന്നിട്ടുള്ളതും കുഴപ്പമില്ല. ടീം ഡിസ്കഷൻ ഓൺ എർത്ത് റീകവറി. നമുക്ക് ആക്ച്വലി ആദ്യം പ്രൊജക്ടിന്റെ നെയിം പറയണം. കാരണം എന്താണ്, ഇത് പ്രൊജക്ട് അപ്ഡേറ്റ് ആണ്. ഓക്കെ, സോ എന്ത് ചെയ്യാം, എർത്ത് റീകവറി എന്നുള്ളതല്ല, റീകവർ എർത്ത് പ്രോജക്ട് ടീം ഡിസ്കഷൻ ഓൺ December 6th എന്ന് കൊടുക്കുക. ഓക്കെ, ഐ ഹോപ്പ് ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടത് എല്ലാവരും കണ്ടിട്ടുണ്ട്. ആൻഡ് എങ്ങനെയാണ് ഒരു സബ്ജക്ട് ലൈൻ ഫ്രെയിം ചെയ്യേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗിവ് മി എ തംസ് അപ്പ്. യെസ്, സോ യു റിയലി നീഡ് ടു പ്രാക്ടീസ് ഇറ്റ്. ഓക്കെ, കാരണം കംപ്ലീറ്റ്ലി ആക്സെപ്റ്റബിൾ എന്ന് പറയാൻ ഒരു സബ്ജക്ട് ലൈൻ പോലും എനിക്കിവിടെ കിട്ടിയിട്ടില്ല.
ഓക്കെ, അതായത് ആ ഒരു സബ്ജക്ട് ലൈൻ, അതായത് നമ്മൾ ഒരുപാട് തിരക്കുള്ള ആൾക്കാർക്കൊക്കെ മെയിൽ അയക്കുന്ന ടൈമിൽ മേ ബി, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് മെയിൽ അയക്കുന്ന ടൈമിൽ ആ സബ്ജക്ട് ലൈനിൽ നിന്ന് തന്നെ അത് എന്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് മേ ബി അവർക്ക് അവിടുന്ന് ഫോർവേഡ് ചെയ്യാനുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പോ ഞാനൊരു ട്രെയിനറാണ്, അപ്പോൾ എനിക്ക് വരുന്ന മെയില് ഞാൻ എടുക്കാത്ത ടോപ്പിക് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒരു സബ്ജക്ട് ലൈൻ കാണുമ്പോൾ തന്നെ ഐ കൻ ഗിവ് എ റിപ്ലൈ, സോറി അറ്റ് ദ പോയിന്റ് ഐ എം നോട്ട് ടേക്കിംഗ് ട്രെയിനിങ് സെഷൻസ് ഓൺ ദിസ് ടോപ്പിക് എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പ്രൊഫഷണൽ റൈറ്റിംഗ് എന്തോ ആവട്ടെ, ഇറ്റ് ഷുഡ് ബി as short as possible, especially emails. സോ നെക്സ്റ്റ് സബ്ജക്ട് ലൈൻ കഴിഞ്ഞാൽ എന്താണ്, ഹായ് അല്ലെങ്കിൽ ഡിയർ അല്ലെങ്കിൽ റെസ്പെക്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു ടീംമേറ്റിനാണ് മെയിൽ അയക്കുന്നത് എന്നുണ്ടെങ്കിൽ വി കൻ യൂസ് വേർഡ് ലൈക്ക് ഹായ്. പക്ഷെ ഐ സെഡ് ഐം സെൻഡിങ് ഇറ്റ് ടു മൈ മാനേജറിന് അയക്കുന്ന സമയത്ത് എന്താണ്, റെസ്പെക്റ്റഡ് സർ, ബിക്കോസ് ഹീസ് എ ഹയർ അതോറിറ്റി. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, അല്ലെങ്കിൽ ഐ ഹോപ്പ് യു ആർ അറ്റ് ദ ബെസ്റ്റ് ഓഫ് യുവർ ഹെൽത്ത്. ഹിയർ ഇസ് എ ക്വിക്ക് അപ്ഡേറ്റ് ഓൺ ദ പ്രോജക്ട് റീകവർ എർത്ത്. കറണ്ട് സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് ആദ്യം കൊടുക്കാം. വേണമെങ്കിൽ ഇങ്ങനെ നമ്പേർഡ് ആയിട്ട് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പാരഗ്രാഫിൽ കൊടുക്കാം. പക്ഷെ ഇന്നത്തെ ഒരു ട്രെൻഡ് എല്ലാം നമ്പേർഡ് ആയിട്ട് അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സിൽ കൊടുക്കുന്നതാണ്, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഈസി ടു ഗ്രാസ്പ്. ഓക്കെ, കറണ്ട് സ്റ്റാറ്റസ് എന്താണ്? ആസ് വി സെഡ്, കറണ്ട് സ്റ്റാറ്റസ് ഇസ് ഡിസ്കസ്ഡ് വിത്ത് ടീം ആൻഡ് അപ്രൂവ് ഓൺ സോ ആൻഡ് സോ. കുറച്ച് കാര്യങ്ങളിൽ അപ്രൂവൽ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ആ കറണ്ട് സ്റ്റാറ്റസിൽ കൊടുക്കാം. റീസെന്റ് പ്രോഗ്രസിൽ എന്താണ്? കീ മൈൽ സ്റ്റോൺസ് അച്ചീവ്ഡ്, ടാസ്ക് കംപ്ലീറ്റഡ് ഓർ ഡെലിവറബിൾസ് സബ്മിറ്റഡ്. റീസെന്റ് പ്രോഗ്രസിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? പ്രപ്പോസൽ റെഡിയായി, ടീം റെസ്പോൺസിബിലിറ്റീസ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്തു എന്നിങ്ങനെയുള്ള റീസെന്റ് ആയിട്ടുണ്ടായിരുന്ന പ്രോഗ്രസ് എന്തൊക്കെയാണ് എന്നുള്ളത് അതിൽ കൊടുക്കുക. Then further steps, next steps, upcoming task or action, including any deadlines. We'll be having our next meeting on 20th of December and we'll be taking decisions on so and so. ആ മീറ്റിംഗിൽ ഇന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ളത് കൊടുക്കുക. And fourth point, challenges or concern. That is, if you are facing any challenges or any threats, അത് കൊടുക്കാം. ഇനി അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിന്റെ തന്നെ ആവശ്യം ഇല്ല. ഇതൊരു സാമ്പിൾ മെയിലാണ്, ഇതിങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നില്ല. And then I can give a conclusion line as I hope I hope Allah, please let me know if you need more details or have any questions. അല്ലെങ്കിൽ please feel free to connect me for any further details. എന്നുള്ള രീതിയിൽ ഒരു കൺക്ലൂഷൻ ലൈനും കൂടെ കൊടുക്കുക. Then best regards അല്ലെങ്കിൽ yours faithfully, പേര് കൊടുക്കുക, ജോബ് ടൈറ്റിൽ കൊടുക്കുക, your contact information. This is known as ഡിജിറ്റൽ സിഗ്നേച്ചർ. നമ്മളുടെ പേരും ജോബ് ടൈറ്റിലും കോണ്ടാക്ട് ഇൻഫർമേഷനും ഒരു മെയിലിന്റെ ലാസ്റ്റ് വെക്കുന്നതിന് ഇന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നാണ് കേട്ടോ പറയാ. ഓക്കെ ഓക്കെ, എനി ഡൗട്ട്സ് ഹിയർ? ഇമെയിൽ ക്രിയേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇഫ് യെസ്, പ്ലീസ് ലെറ്റ് മീ നോ. ഇഫ് യു ആർ റെഡി ടു മൂവ് ഓൺ, പ്ലീസ് ഗിവ് മീ എ thumbs up. If any doubt, you can ask that or else give me a thumbs up. Okay, moving on to next slide. Practical application exercises. Week 17 നിങ്ങൾ എത്രമാത്രം എക്സസൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ ഐ എം റിയലി ഡൗട്ട്ഫുൾ. ഒരെണ്ണമെങ്കിലും ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? This week we had grammar applications, vocabulary integrations and writing tasks. Can you all give me your activity attempted count of number of activities attempted? ഒരെണ്ണം എങ്കിലും ചെയ്ത ആരെങ്കിലും ഉണ്ടോ? This is very disappointing, very disappointing. ഒരാഴ്ചയില് ഒരു ആക്ടിവിറ്റി പോലും ചെയ്യണില്ല എന്ന് കേൾക്കുന്ന ടൈമില് we are ready to provide anything for you to improve. Okay, Joseph has done one, I think. Okay, good. Shanal, I'm very disappointed. Out of this 40 people here, നിങ്ങളുടെ I am to the point ഞാൻ പറയാണ്, നിങ്ങൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ മറ്റൊരു എഫേർട്ടും എടുക്കാതെ നമ്മളുടെ ഈ ഒരു വീക്കില് ഒരു ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ പോയിന്റ്. കാരണം ഇപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് പലതും മനസ്സിലാവും, പക്ഷെ എന്താണ് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ദർ ഇസ് നോ പ്രാക്ടീസ്. ഇതിന് ഞാൻ പാസീവ് ലിസണിങ് ആയിട്ട് എടുക്കുകയുള്ളൂ. കാരണം നിങ്ങൾ ഓൾറെഡി ആക്ടിവിറ്റീസ് ചെയ്ത് വന്ന് അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക, നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ഫർദർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടാവുന്നത്. ഇവിടെ എന്താണ്, നിങ്ങൾ വരുന്നു, കേൾക്കുന്നു, പോകുന്നു, ജസ്റ്റ് കുറച്ച് ഇൻപുട്ടൊക്കെ കിട്ടിയേക്കാം. ബട്ട് ഇംഗ്ലീഷിൽ ഒരു
ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഫ്ലുവൻസി നിങ്ങൾ ഇതൊന്നും എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ, ഈ ഒരു വീക്ക്ലി ഒരു സെഷൻ മാത്രം അറ്റൻഡ് ചെയ്യുന്നതിൽ നിന്ന്. ലാസ്റ്റ് സെഷനിൽ ഒരുപാട് സ്റ്റുഡൻസ് വളരെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ദേവർ ഈവൻ സ്റ്റുഡൻസ് ഹു റോട്ട് പോംസ് ആൻഡ് സ്റ്റോറീസ്, അതും വെറുതെ സിമ്പിൾ സ്റ്റോറീസ് ആൻഡ് പോംസ് അല്ല, ലൈക് സ്റ്റണ്ണിങ് പോംസ് ആൻഡ് സ്റ്റോറീസ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സെഷൻ. പക്ഷെ അവരിലൊക്കെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, അവർ EEP റിസോഴ്സസ് കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഡെയിലി ടാസ്കുകൾ ചെയ്യുമായിരുന്നു, അതുപോലെ വീക്ക്ലി സെഷൻസും അറ്റൻഡ് ചെയ്യായിരുന്നു. ഓക്കെ, സോ ഡെയിലി ടാസ്ക് വെറുതെ ആർക്കോ ഇതിനോ വേണ്ടി അയക്കുന്നതല്ല, നിങ്ങൾ എല്ലാവരും ചെയ്യണം. അതിനുശേഷം ഈ ഒരു ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ഇംഗ്ലീഷിൽ ഇംപ്രൂവ് ചെയ്യണം. അത് ആ ഒരു ഇതിലൂടെ നിങ്ങൾക്ക് എക്സാംസ് ബെറ്റർ ആയിട്ട് എഴുതാൻ പറ്റണം എന്നിങ്ങനെയൊക്കെയുള്ള ഒബ്ജക്റ്റീവിലാണല്ലോ നമ്മൾ ഈ ഒരു EEP ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ ഓക്കെ സോ ഈ ഒരു ഗ്രാമർ പാർട്ടിലേക്ക് വരുന്ന ടൈമിൽ കോമൺ ആയിട്ടുള്ള എറേഴ്സ് വരാൻ സാധ്യതയുള്ളത്, റൈറ്റിംഗ് ടാസ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻഫോർമൽ എക്സ്പ്രഷൻസ്. അതിന്റെ ഒരു റീസൺ, നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇന്ന് എന്താണ് ഒരു കുറച്ചുകൂടെ ഒരു ഇൻഫോർമൽ സ്പേസ് ആണ്. അതിൽ വളരെയധികം ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡെയിലി ലാംഗ്വേജിൽ ഒരുപാട് ഇൻഫോർമൽ എക്സ്പ്രഷൻസ് ഉണ്ട്. അത് നമ്മളുടെ ഫോർമൽ സെറ്റിംഗ്സിലെ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ മിസ് യൂസിങ് പാസീവ് വോയിസ് ഓർ കണ്ടീഷണൽസ്. പാസീവ് വോയിസും കണ്ടീഷണൽസിനെയും കൃത്യമായ യൂസേജ് മനസ്സിലാക്കുകയും അത് അനാവശ്യ സ്ഥലങ്ങളിൽ ഉപയോഗിക്കരുത്. ഓ ഇത് ഈ ആർട്ടിക്കിളിൽ കണ്ടീഷണൽ ഇല്ല, എന്നാ ഇതിവിടെ കൊണ്ട് ആഡ് ചെയ്യാം എന്ന് വിചാരിച്ച് അനാവശ്യമായ അല്ലെങ്കിൽ റെലവെന്റ് അല്ലാത്ത സ്ഥലത്ത് ആഡ് ചെയ്യുന്നതിൽ എന്താണ് ആ ഒരു റൈറ്റിംഗിന്റെ സ്ട്രക്ചറിനെയും മീനിങ്ങിനെയും ഒക്കെ അത് ബാധിക്കും. ഓക്കെ, സോ മിസ്യൂസിങ്ങും ഓവർ യൂസിങ്ങും അവോയ്ഡ് ചെയ്യാം. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഫർദർ ഇംപ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസിലേക്ക് വരുന്ന ടൈമിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് പ്രാക്ടീസ് ഗ്രാമർ ഫോക്കസ്ഡ് സെന്റൻസസ് ഡെയിലി. ഓൺ എ ഡെയിലി ബേസിസ് ഗ്രാമറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അത് ക്വിസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റില് എക്സാമ്പിൾസ് ഓഫ് കണ്ടീഷണൽസ്, എക്സാമ്പിൾസ് ഓഫ് പാസീവ് വോയിസ് എന്നിങ്ങനെ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു 5 minutes ഒക്കെ മതി. ഓക്കെ, ആൻഡ് ഓൾസോ യൂസ് ഫീഡ്ബാക്ക് മെത്തേഡ് ടു റിഫൈൻ വൊക്കാബുലറി മെസ്സേജ്. നിങ്ങൾ ഡെയിലി കൺവേഴ്സ് ചെയ്യാൻ, നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരു ഡെയിലി കൺവെർസേഷൻ 5 minutes നിങ്ങൾക്ക് ടൈമർ വെച്ച് തന്നെ ചെയ്യാം. ഡെയിലി 5 minutes ഒരാളുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു 1 minute അല്ലെങ്കിൽ 2 minute ഓഡിയോ നിങ്ങളുടെ പരിചയത്തിൽ ഇംഗ്ലീഷ് അറിയുന്ന ആർക്കെങ്കിലും ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ അറിവിൽ ഇംഗ്ലീഷ് അറിയുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ആരുമില്ല എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അത്ര വിശ്വസിക്കബിൾ അല്ല. ബിക്കോസ് ആരെങ്കിലൊക്കെ ഉണ്ടാവും നമ്മുടെ പരിചയത്തിൽ ഇംഗ്ലീഷ് അറിയുന്ന. സോ അങ്ങനെ ഡെയിലി ഒരു കൺവെർസേഷൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 1 minute നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു 1 minute ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കുക. ആൻഡ് അതിലൊരു ഫീഡ്ബാക്ക് തരുമോ, ഇതിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇന്റഗ്രേറ്റഡ് സ്കിൽസ് എക്സസൈസ്. നമ്മൾ ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്, summarizing information from more than one source. That is reading an article on a professional topic, listening to a related podcast, and then summarizing both and presenting a verbal overview. കാരണം ഈ ഒരു ടാസ്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരുപാട് സ്കിൽസ് ആണ് ഇംപ്രൂവ് ചെയ്യുന്നത്. ലിസണിങ് സ്കിൽസ്, റീഡിങ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്. ആൻഡ് റൈറ്റിംഗ് സ്കിൽസിൽ തന്നെ എന്താണ് വൊക്കാബുലറി, ഗ്രാമർ എല്ലാം നമ്മൾ പഠിച്ച ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ആക്ടിവിറ്റി ആണത്. അതുകൊണ്ട് തന്നെയാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, so again today I'll be reading out a small article on anger management. Okay, ഇവിടെ ശരിക്കും ഇത് ചെയ്യേണ്ടത് ഒരു മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്ത് നിങ്ങളൊരു കോംപ്രഹെൻസീവ് സമ്മറി എഴുതുക എന്നുള്ളതാണ്. ബട്ട് അത് ഇവിടെ നമുക്ക് നമ്മുടെ ടൈമിന്റെ ഒരു ഇത് കൊണ്ടും ഇവിടെ ഒരു വീഡിയോ പ്രസന്റ് ചെയ്ത് പിന്നെ ഓഡിയോ പ്രസന്റ് ചെയ്ത് അങ്ങനെ ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് റീഡിങ് ആൻഡ് സമ്മറൈസിങ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് ഞാൻ ലിസണിങ് ആൻഡ് സമ്മറൈസിങ് തരുന്നത്. ഐ ബി റീഡിങ് ഇറ്റ് ഔട്ട്. സോ ലിസണിങ് ആൻഡ് സമ്മറൈസിങ്ങിന്റെ ഇടയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടാസ്ക് എന്താണ്, പ്ലീസ് ലെറ്റ് മീ നോ. ഞാൻ വായിക്കുന്ന ടൈമില്, അതായത് നിങ്ങൾ ലിസൺ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, പ്ലീസ് ലെറ്റ് മീ നോ. വെരി ഗുഡ് മിഥിലാജ്. നോട്ട് ടേക്കിംഗ്, നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, നോട്ട് ടേക്കിംഗ്. ഓക്കെ, സോ ഷാൽ ഐ സ്റ്റാർട്ട് റീഡിങ് ആൻഡ് പ്ലീസ് നോട്ട്. ഞാൻ ഒരു പ്രാവശ്യം വായിക്കുള്ളൂ ബിക്കോസ് ദ ടോപ്പിക് ഇസ് എ സിമ്പിൾ ടോപ്പിക് ആൻഡ് ഞാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഐ നീഡ് ഓൾ ഓഫ് യു ടു സമ്മറൈസ് ഇറ്റ് ഇൻ
5 sentences. Okay. ഞാൻ സ്ട്രക്ചർ പറഞ്ഞു തന്നെ വായിക്കാം. ഓക്കെ, അതായത് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നിങ്ങനെയുള്ള ഹെഡിങ്സ് പറഞ്ഞു തന്നെ വായിക്കാം കേട്ടോ. സോ ഐ ആം സ്റ്റാർട്ടിംഗ് വിത്ത് ഇൻട്രൊഡക്ഷൻ. Understanding anger management, a guide to controlling your emotion. This is the topic, okay, or this is the heading. Understanding anger management, a guide to controlling your emotion. Okay, now I begin with the introduction. Anger is a natural and healthy emotion. But when it's not managed effectively, it can lead to negative consequences in both personal and professional life. Anger management is the practice of recognizing, understanding, and controlling this emotion in a way that is constructive and productive. Now I move on to a subheading that comes under introduction. The subheading is why managing anger is important. That is the relevance of anger management. Okay. Uncontrolled anger can harm relationships, damage your health, and impair decision making. Chronic anger has been linked to stress, high blood pressure, and heart diseases, while impulsive reactions can cause conflicts and regret. Managing anger can help improve emotional well-being, communication skills, and overall mental health. With this introduction is done, I am moving to body. Okay, and the main point I'm discussing in body is key strategies for anger management. Your first point is recognize triggers. Understanding what causes your anger is the first step. Common triggers include stress, frustration, or feeling misunderstood. By identifying these triggers, you can take proactive steps to avoid or handle them better. Second point, pause and breathe. When you feel anger rising, take a moment to breathe deeply and pause. This helps slow down your reaction and gives you time to think before responding. Third point, use I statements. That is, instead of blaming others, express how you feel using statements like, I feel frustrated when. This helps avoid escalating conflicts and promotes more often, less defensive communication. Fourth point, practice relaxation techniques. Regular practices like deep breathing, meditation, or physical activity can help reduce overall stress and increase your ability to stay calm during tense moments. And the final point, seek professional help if needed. If anger is a persistent issue affecting your daily life, consider talking to a therapist or counselor. Professional support can provide valuable tools for managing emotions and improving interpersonal relationships. So coming to conclusion, anger is a normal emotion, but managing it effectively is the key to maintaining healthy relationships and emotional balance. With practice, anyone can develop better ways to handle anger, create a more peaceful, fulfilling life. Yes. With that, I've finished reading. That is, your listening task is done. I hope all of you has taken down the notes. ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ ഇനി ഒന്നും കൂടെ വായിക്കില്ല, but if you have any points to be clarified, നിങ്ങൾക്ക് എന്തെങ്കിലും clarification ഉണ്ടെങ്കിൽ you can ask. Okay, so I need the summary in 5 sentences. I want you to summarize this in 5 sentences. About introduction part. എന്തായിരുന്നു introduction പാർട്ടിലെ പ്രശ്നം ആഫിയ? What happened? എന്തെങ്കിലും വേർഡ് ക്ലിയർ ആവാത്തതാണോ? ഇൻട്രൊഡക്ഷനിൽ എന്താ പ്രശ്നം? Please let me know. I'll give you 4 minutes. It is 8:47. I want to get your
Summaries by 851. Anger is a natural emotion. Its causes are എന്തിന്റെ അപ്പോ അവിടെ its causes അല്ലെങ്കിൽ anger's causes its causes എന്ന് കൊടുത്താൽ മതി IT apostrophe s. Its causes are stress, comma misunderstanding അല്ല, stress and misunderstanding. Okay. If not managed, it can cause harm to your personal life. Taking a deep breath, meditation helps to control it. If not, reach out for professional help. Okay, Mithlaj. Almost points cover ചെയ്തിട്ടുണ്ട്. ഇതിൽ മിസ് ഔട്ട് ആയ ഒരു സ്ട്രക്ചറിങ്ങിന്റെ ഒരു ഇതുണ്ട്. അതായത് taking a deep breath and meditation can help to control it. Okay. Can and അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ it's a good point. Okay, very good. This article is about managing anger issues in an effective way. Anger is a normal emotion, but when it comes to hyper and out of control, it reflects on our daily task. The article mentioned how to effectively overcome hyper anger issues and guide it eloquently. But ഇതിൽ points കൊടുത്തില്ലല്ലോ. Whoever it is paid in Kareliya 1+. No, this cannot be accepted as a summary. കാരണം സമ്മറിയിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത മെയിൻ പോയിന്റ്സ് വേണം. ഞാനിവിടെ 5 സ്ട്രാറ്റജീസ് പറഞ്ഞിരുന്നു. 5 വന്നില്ല. മിഥിലാജിന്റെയിലും 5 വന്നിട്ടില്ല. പക്ഷെ എന്നാൽ ഒരു സമ്മറിയുടെ ഒരു സ്ട്രക്ചർ അതിൽ വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വൈ ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഇതിൽ ഈ ആർട്ടിക്കിൾ എന്തിനൊക്കെ കുറിച്ച് പറഞ്ഞു എന്നല്ല, ഈ ആർട്ടിക്കിൾ എന്താണ് പറഞ്ഞത് എന്നാണ് എനിക്ക് വേണ്ടത്. My question is, what did the article talk about in the law? What did the article talk? എന്താണ് അതിൽ ഉണ്ടായിരുന്ന കോണ്ടന്റിന്റെ സമ്മറിയാണ് എനിക്ക് വേണ്ടത്. Anyone else trying to write it? I'll just give one more minute. After that, I'll be moving on to next slide. Okay, Ashna has given her summary. Anger management is about understanding what makes you angry and learning how to control it. It is important to manage anger, which can cause harm in relations and damaging health, which leads to stress and high blood pressure. Okay. Recognizing the cause of anger early helps prevent it from getting worse. As highlighted in this article, techniques like deep breathing, counting to 10 ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. Or taking a break can calm you down. By managing anger, you can improve your relationships and feel more relaxed. Very good, Ashna. ഇതുവരെ റിസീവ് ചെയ്തതിൽ the best summary. The only thing is, നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത്, ഞാൻ കറക്റ്റ് 5 പോയിന്റ്സ് ഇവിടെ പോയിന്റ് വൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സബ് ഹെഡിങ്സ് ഒന്നും നമ്മൾ സമ്മറീസിൽ മിസ് ഔട്ട് ആവരുത്. ഇപ്പോൾ ഞാനിവിടെ എന്തൊക്കെ പോയിന്റ്സ് ആയിരുന്നു പറഞ്ഞത്? യൂസിങ് ഐ സ്റ്റേറ്റ്മെന്റ്സ്, seek professional help, pause and breathe, recognize triggers എന്നിങ്ങനെ 5 പോയിന്റ് ഇതിൽ മെൻഷൻഡ് ആയിരിക്കണം. ജസ്റ്റ് ബൈ വേർഡ് മെൻഷൻ ചെയ്താലും മതി. ഓക്കെ. പക്ഷെ ആഷ്നയുടെ സ്ട്രക്ചറിങ്ങും ഗ്രാമർ യൂസേജും എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ് ആഷ്ന. ആഷ്നയാണോ എന്ന് നോട്ട് ഷുവർ. സോറി ഇഫ് ഐ എം മിസ്പ്രൊനൗൺസിങ് യുവർ നെയിം. ഓക്കെ. റോബിൻ ഹാസ് ഗിവൻ. ഇനി ആരും പുതിയതായിട്ട് എഴുതാൻ നിൽക്കണ്ട കേട്ടോ. ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ആൻഡ് സെൻഡ്. ബാക്കിയുള്ളവർ ഇനി ഇപ്പോ എഴുതി തുടങ്ങേണ്ടതില്ല കേട്ടോ. There are 3 types. Robin delete ചെയ്തോ? I was reading Robin's. Did you delete it? Okay, I'm happy. ഇവിടെ കുറച്ച് ആൾക്കാരെങ്കിലും ട്രൈ ചെയ്തു and അതിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഓക്കെ ആണ്. Ashna's has been the best summary. So any doubts regarding anything we discussed today or ഈ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്ത എന്തെങ്കിലും ടോപ്പിക്സിൽ what happened, Robin, in the way? You can put it up here. It's okay. Mistakes എന്തെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഒരാളുടെ കണ്ടന്റ് ഇവിടെ ബാക്കിയുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്യും. This is the right place to make mistakes. ഞാനിവിടെ നിങ്ങളുടെ തെറ്റുകൾ എടുത്ത് പറയുന്നത് നിങ്ങൾ ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഒരിക്കലും അല്ല. ബാക്കിയുള്ളവരും കൂടെ തെറ്റുകൾ, അയ്യോ ഞാൻ പറഞ്ഞില്ലേ ടൈം ഔട്ട് ആയത്, ഇനി പുതിയതായിട്ട് ആരും ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണ്ട എന്ന് പറഞ്ഞതായിരുന്നു. You can put it up here. It's okay. We'll discuss. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ ഫ്രസ്ട്രേറ്റഡ് എന്നതിന് 1 വേർഡിൽ എന്തോ ഒന്ന് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? എക്സോസ്റ്റഡ് ആണോ? യൂസിങ് ഐ സ്റ്റേറ്റ്മെന്റ്സ്. യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ആംഗർ ഇഷ്യൂസ് ഉള്ള അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബ്ലെയിമിങ് അതേഴ്സ്. നമ്മൾ ചെയ്ത പ്രശ്നത്തിന്
it is you, it is him എന്ന് blame ചെയ്യും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് using I statements. I feel frustrated when this happens. നീ അങ്ങനെ ചെയ്തു, ഇവരങ്ങനെ ചെയ്തു എന്നതിന് പകരം എനിക്ക് നമ്മളുടെ മീത്തേക്ക് ഫോക്കസ് കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ അതിന്റെ ഉദ്ദേശം. യൂസിങ് I statements. Yeah. So, any more doubts? I'm sorry, Robin. അയ്യോ അത് എഴുതിയിട്ട് അത് ഡിലീറ്റ് ചെയ്തു. സോറി. ഞാൻ പറഞ്ഞത് ഇനി ആരും ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട, അപ്പൊ നമ്മുടെ ടൈം ലിമിറ്റ് കഴിയും, അതുകൊണ്ട് പറഞ്ഞായിരുന്നു. ഐ എം സോറി. ഓക്കെ, ഇനി തൊട്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല കേട്ടോ. നിങ്ങൾ ഓൾറെഡി അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും ഡിലീറ്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ റെഡി ആക്കാം. Okay, if anything else to be discussed, you can put it up in the chat box, or else we'll wind up and Namalini will be starting our next phase in the day 121 ആണ് ഇന്ന് തൊട്ട്. ഇനിയുള്ള 30 days is our last phase. ഈ ഒരു ഫേസിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്കിൽസിനെ ഒന്നും കൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് കൊണ്ടുപോവുക, ഡെയിലി ലൈഫിലേക്ക് എങ്ങനെ ഇൻകൾക്കേറ്റ് ചെയ്യുമെന്ന് പഠിക്കുക എന്നുള്ളതൊക്കെയാണ്. പുതിയ സ്കിൽസ് ഒന്നും നമ്മൾ പഠിക്കേണ്ടാവില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ഇന്റഗ്രേറ്റിംഗ് the skills that we've learned to our daily language, emphasizing importance of fluency, accuracy, and natural usage in professional settings. So, ഈ ഒരു ഫേസിൽ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റി ചെയ്യാതെ ക്ലാസ്സിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. സോ ഔട്ട് ഓഫ് 7 ആക്ടിവിറ്റീസ് ഒരു 4 to 5 ആക്ടിവിറ്റീസ് എങ്കിലും ചെയ്തു വരാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് എ വെരി ഹംബിൾ റിക്വസ്റ്റ് ഫ്രം യുവർ EEP ഫാക്കൽറ്റി, പ്ലീസ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഭയങ്കര ഡ്രൈ ആയി പോകും. നിങ്ങളുടെയും ഈ ഒരു 1 hour വെറുതെ വേസ്റ്റ് ആവുന്ന പോലെയാണ്. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കോഴ്സിന്റെ ക്ലാസ്സുകളുടെ ഇടയിലും എക്സാംസിന്റെ ഇടയിലും ഒക്കെ ടൈം ഉണ്ടാക്കി ജോയിൻ ചെയ്യുന്നതാണ് എന്നുള്ളത് എനിക്ക് വളരെ നല്ല രീതിയിൽ അറിയാം. സോ ഐ ഡോണ്ട് വാണ്ട് ദിസ് 1 hour ടു ബി എ വേസ്റ്റ് ഓഫ് ടൈം. ഓക്കെ, ഇത് നിങ്ങൾക്കത് മാക്സിമം ഉപകാരപ്പെടണം എന്നുള്ളത് കൊണ്ട് പറയണതാണ് കേട്ടോ. സോ ആക്ടിവിറ്റീസ് പയ്യെ ചെയ്തു തുടങ്ങുക. ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഹെൽപ്പ്, ക്ലാസിന്റെ ലിങ്ക് എങ്ങനെയാണ് കിട്ടുക? യുവർ മെന്റർ വിൽ ബി ഷെയറിംഗ് ഇറ്റ് ടു യു. ഓക്കെ, സോ കമ്മിങ് ഡേയ്സ് വിൽ ബി ഡിസ്കസിംഗ് മോർ ഓൺ പ്രസന്റേഷൻസ്, നെഗോസിയേഷൻ ലാംഗ്വേജ് ആൻഡ് ഫോർമൽ റിപ്പോർട്ട് റൈറ്റിംഗ്. സോ യാ, ഈ ഒരു നമ്മളിപ്പോ പഠിക്കുന്നതിന്റെ ഒക്കെ ലോങ് ടേം ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇസ് ഇൻവാല്യുബിൾ, വളരെ വലുതാണ്. ഓക്കെ, ഒരു 10 years ഫ്രം ടുഡേ അന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ഓർക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇന്ന് കുറച്ച് ടൈം എടുത്ത് എഫേർട്ട് ഇട്ടത് പഠിക്കുന്നത്. ഓക്കെ, സോ പ്രാക്ടീസ് ഡെയിലി ആൻഡ് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു കംപ്ലീറ്റ് യുവർ വീക്ക്ലി ക്വിസ് ടുഡേ ഇറ്റ്സെൽഫ്. ലാസ്റ്റ് വീക്കിൽ ഇവിടെ ഇന്ന് പ്രസന്റ് ആയിട്ടുള്ള ആരും ലാസ്റ്റ് വീക്കിൽ വീക്ക്ലി ക്വിസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് സ്കോർ ചോദിച്ചപ്പോൾ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് സെയിം നെക്സ്റ്റ് വീക്ക്. ഓക്കെ, I think അത് barely 10 to 15 minutes എടുക്കുള്ളൂ. അധികവും MCQs ഒക്കെ ആയിരിക്കും. So please try doing it today itself. Okay. So thank you all for joining. See you all next week. The angry may cause അല്ല, anger. നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളെയാണ് നമ്മൾ ആംഗ്രി എന്ന് പറയുക. He is angry. അവൻ ദേഷ്യത്തിലാണ്. അതല്ലാതെ ദേഷ്യം എന്ന വേർഡിന് നമ്മൾ anger, ANGER എന്നാണ് കേട്ടോ പറയാ. The anger may cause different health issues. So full stop ഇടുക. അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതണം. We should avoid the health related problem. How can we overcome the related habit? We should do with yoga and meditation and other exercises. ജോസഫ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കൺവേഡ് ആണ്, പക്ഷെ ഇതിൽ സെന്റൻസ് സ്ട്രക്ചറിംഗിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, പങ്ക്ച്വേഷന്റെ കുറവുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് അല്ല, യോഗ ആൻഡ് മെഡിറ്റേഷൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ജോസഫ്, കുറച്ച് നല്ല രീതിയിൽ നമ്മൾ ഇതിനൊന്ന് റിഫൈൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ബട്ട് ഐ എം റിയലി ഹാപ്പി ദാറ്റ് യു ട്രൈഡ് ആൻഡ് പുട്ട് അപ്പ് ദ ചാറ്റ് ബോക്സ്. ഓക്കെ, താങ്ക് യു ഫോർ ഡൂയിങ് ഇറ്റ്. Okay, Afia has messaged 16 marks in assessment test. 16 on 20 ആണോ? Please let me know. Yeah, റിലാക്സേഷൻ ടെക്നിക്സിൽ മെഡിറ്റേഷൻ പറഞ്ഞപ്പോ നിങ്ങളത് സമ്മറൈസ് ചെയ്യുന്ന ടൈമിൽ അവിടെ മെഡിറ്റേഷൻ പറയുന്നതിനേക്കാൾ എന്താണ് അവിടെ ഏറ്റവും ആപ്റ്റ്? റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നതാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ കാര്യമായില്ലേ അവിടെ. ഓക്കെ, സോ യൂസ് ദ വേർഡ്. ആ മെയിൻ സബ് ഹെഡിങ്സ് ഞാൻ അതിന് പോയിന്റ് വൈസ് എടുത്ത് പറഞ്ഞത് നിങ്ങളുടെ സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിരുന്നു. നിങ്ങൾ അത് നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് എന്നിങ്ങനെ എടുത്ത് പറഞ്ഞത്. ഓക്കെ, ഓക്കെ ആഫിയ, വെരി ഗുഡ്. ഓക്കെ, 16 on 20 is not bad. Very good. Okay, so thank you all. See you all next week. You may all leave.